ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ക്രിസ്തുവേശു പകർന്നു നൽകുന്ന ഒരു സമാധാനം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യൂദയായിലെ പലസ്തീനയിൽ ജീവിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മരപ്പണിക്കാരന്റെ മകനായി പിറന്ന ദൈവപുത്രനായ മിശിഹായുടെ രണ്ടാമത്തെ വരവിനെ വളരെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ലോകത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതെല്ലാം യുഗാന്ത്യത്തിന്റെ ഒരു പ്രതീകമല്ലേ, അല്ലെങ്കിൽ യുഗാന്ത്യത്തിന്റെ ഒരു ആരംഭമല്ലേ എന്ന് പലരും ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യുഗാന്ത്യത്തിന്റെ പല ലക്ഷണങ്ങളും യേശുക്രിസ്തു പറഞ്ഞ പല ലക്ഷണങ്ങളും ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെങ്ങും അക്രമവും അനാചാരവും കൊള്ളിവെപ്പും ബലാത്സംഗങ്ങളും അതുപോലെ മൃഗീയമായ പറഞ്ഞാൽ അറയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ലോകത്തിന് ഒരിക്കലും മഹത്വവൽക്കരിച്ച് കാണാൻ കഴിയാത്ത പല വൃത്തികേടുകൾ ലോകത്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ്. അതുമല്ലെങ്കിൽ ഇതൊരു ദൈവികമായ ഒരു പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ, അതിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമൂഹത്തിൽ, അതുമല്ലെങ്കിൽ അത് അങ്ങനെ വിശ്വസിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചു പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? അതൊക്കെ ഉണ്ടായത് അക്രമത്തെയും അനാചാരങ്ങളെയും ഒക്കെ മഹത്വവൽക്കരിക്കുകയാണ്. ഇതാണ് ദൈവീക പദ്ധതി എന്ന് മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള അനീതികളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിന്റെ പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ലോകത്തിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരിടത്ത് മാത്രമല്ല, ഒരു വ്യക്തികളിലേക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ വ്യക്തികളിലേക്കും ഇങ്ങനെയുള്ള ചാലകശക്തികൾ പകർത്തിവിടുവാനായിട്ടുള്ള ബോധപൂർവമായ സ്ഥലങ്ങൾ ചില മേഖലകളെല്ലാം തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ചില ആളുകൾ സാത്താന്റെ ചില പ്രകോപനപരമായ ആശയങ്ങൾ ലോകത്തിൽ അതിവേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിനെന്താണ് പ്രതിവിധി എന്ന് എല്ലാവരും എപ്പോഴും ചോദിക്കാറുണ്ട്. അതിനൊരൊറ്റ പ്രതിവിധി മാത്രമേ ലോകത്തിലുള്ളൂ, ഒരു ഔഷധം മാത്രമേ ഉള്ളൂ. അതാണ് ഈ കാണുന്ന സാധനം, പരിശുദ്ധ ബൈബിൾ. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. ഇതിനുള്ള പ്രതിവിധി ഇതിൻ്റെ ഉള്ളിലുണ്ട്. തൻ്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ മാതൃക മാത്രമാണ് ഇതിനൊരു പ്രതിവിധിയെന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. യേശുക്രിസ്തുവിന്റെ ആ മാർഗത്തിലേക്ക്, സഹനത്തിന്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാ പൈശാചിക ബന്ധന ആത്മാക്കളും മാറിപ്പോകുമെന്നുള്ള യാത്ര മനസ്സിലാക്കിക്കോളും.